ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു ചിക്കൻ കറിയാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തെക്കേടുത്ത് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോളാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്, ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ വെച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അതിന് 2 സവാള എടുത്തു, 2 ചുള വെളുത്തുള്ളി എടുത്തു, 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1 തക്കാളി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. ഇത്രയാണ് ആവശ്യത്തിനുള്ള കൊണ്ടുവരാം. 1 ചുള വെളുത്തുള്ളി. 1/2 കിലോ ചിക്കനാണ് ഇവിടെ നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇതിനെ കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് എല്ലാവരും പച്ചക്കറിക്ക് മാത്രം ചേർക്കുക, നോൺ വെജിന് ചേർക്കാറില്ല. നമ്മളിവിടെ മീൻ ഇറച്ചിക്കൊക്കെ കടുക് പൊട്ടിക്കാറുണ്ട്. സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് ഇളക്കി കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കീറി വെച്ചത്, ഉള്ളി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. ആദ്യമേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാൽ ചട്ടീൻ്റെ അടിയിൽ പിടിക്കുന്നതുകൊണ്ടാണ് ഉള്ളി ഒന്ന് വഴണ്ടതിന് ശേഷം ഇടുന്നത്. ഇനി ഉപ്പുകല്ലിട്ട് കൊടുക്കാം. ഉപ്പുകല്ലിട്ട് കൊടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരും. 1 കിലോ ചിക്കനും കൊണ്ട് 6 പേർക്കാണ് നമ്മൾ സദ്യക്കൊക്കെ കറി ഉണ്ടാക്കുന്നത്. ബിരിയാണിക്ക് ആണെങ്കിൽ നമ്മൾ 5 പേർക്കാണ് 1 കിലോ ചിക്കന് ഉണ്ടാക്കുന്നത്. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്തു. ഇനി അതൊന്ന് വഴണ്ടി വരുന്നത് വരെ നമുക്ക് മൂടി വയ്ക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 നുള്ള് ഉലുവാപ്പൊടി ചേർക്കാം. ഉലുവാപ്പൊടി കുറച്ച് ചേർത്താൽ ഉലുവാപ്പൊടി അധികമായാൽ കഴിക്കും. നമ്മളിവിടെ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ചിക്കൻ മസാല ചേർക്കുന്നില്ല, ഗരം മസാലയാണ് ചേർക്കുന്നത്. 1/4 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്ന പോലെ മസാലയെല്ലാം മൂപ്പിച്ചെടുക്കാം. ചിക്കൻ അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഇളക്കി നമുക്ക് മൂടി വയ്ക്കാം. ഇതിൽ വെള്ളം ഒഴിച്ച് വേവിക്കുന്നില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും. അതിൽ കിടന്ന് വേഗം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കും. ചെറുതീയിലിട്ട് മൂടി വയ്ക്കാം.
ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് നമുക്ക് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ലേശം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ്. തുറന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം വന്ന് നല്ല ഇതായിട്ടുണ്ട്. ഇനി ഇത് വറ്റി വെന്ത് ഒന്നും കൂടി മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. 1-2 വട്ടം അങ്ങനെ ഇളക്കി ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതാ നമ്മളെ ചിക്കൻ കറി ഇതാ അടിപൊളിയായിട്ട് അടിച്ച് ക്യാമറയിലേക്ക് ഇതാ അടിപൊളിയായി നമ്മളെ ചിക്കൻ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റായിരിക്കും. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനിയെന്നും വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൗളിലേക്ക് മാറ്റാം.